السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. شروط الصلاة وأركانها وواجباتها എന്ന കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. പറഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അപ്പം അതിലൊന്നാമത്തെ കാര്യം അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ള ആൾ നിൽക്കുക എന്ന് പറയുന്നത് റുക്നാണ്. അത് റുക്നുൻ ഖൗലിയാണോ ഫിഅലിയാണോ? ഫിഅലിയാണ്, ഒരു കാര്യം ചെയ്യലാണ്, ഒന്നും പറയണ്ട, നിൽക്കുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് അവിടെ. രണ്ടാമത്തേത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. അത് ഖൗലിയാണോ ഫിഅലിയാണോ? ഖൗലിയാണോ ഫിഅലിയാണോ? അവിടെ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നേ റുക്കനുള്ളൂ. അത് ഖൗലിയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയൽ മാത്രമാണ് റുക്കൻ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം വരുമ്പോൾ അവിടെ പറയാം. മൂന്നാമത്തെ ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതൽ. ഖൗലിയാണോ ഫിഅലിയാണോ? ഖൗലിയാണ്, ഓതലാണ്. നാലാമത്തത് റുക്കൂ, അത് ഫിഅലിയാണ്. റുക്കൂ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യലാണ്, അവിടെ പറയുന്ന കാര്യം വേറെയാണ്, റുക്കനല്ല. അഞ്ചാമത്തത് വറഫഉ മിൻഹു, റുക്കുവിൽ നിന്നും ഉയരൽ, അതൊരു പ്രവൃത്തി തന്നെയാണ്. ആറാമത്തത് എണ്ണം മാറുന്നുണ്ടോ? 7 6? ആറാമത്തത് വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യൽ, അത് റുക്നുൻ ഫിഅലിയാണ്, ഒരു പ്രവർത്തന. ഏഴാമത്തത് വൽ ഇഅ്തിദാലു മിൻഹു, അതിൽ നിന്നും ഉയരൽ, നേരെയാവൽ അവയവങ്ങൾ. എട്ടാമത്തത് വൽ ജൽസത്തു ബൈന സജ്ദതൈൻ, 2 സുജൂദിനിടയിലുള്ള ഇരുത്തം, അത് ഒരു ഫിഅലിയാണ്. എട്ടാമത്തത് വത്തുമുഅ്നീനത്തു ഫി ജമീഇൽ അർക്കാൻ, ഈ പറയുന്ന എല്ലാ അർക്കാനുകളിലും അടങ്ങി ഒതുങ്ങി ഒരല്പനേരം നിൽക്കൽ, തിരക്കൂട്ട് ചെയ്യാതിരിക്കൽ. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിൽ പറയാം. ഒൻപതാമത്തത്, 9 തന്നെയല്ലേ, വത്തർത്തീബ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അതേ ഓർഡറിൽ ചെയ്യണം. സുജൂദ് ചെയ്തിട്ട് പിന്നെ റുക്കൂ ചെയ്താൽ പോരാ. ഇൻഷാ അല്ലാഹ് പറയാം. അടുത്തത് വത്തശഹുദുൽ അഖീർ, അവസാനത്തെ തശഹുദ്, അതായത് സലാം വിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള തശഹുദ്. പിന്നീട് വൽ ജുലൂസു ലഹു, ആ തശഹുദ് ഇരുന്നു കൊണ്ട് തന്നെ നിർവഹിക്കണം എന്നുള്ളത്. പിന്നെ 13 വസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സലാത്ത്. അവസാനത്തേത് വത്തസ്ലീമത്താൻ, 2 ഭാഗത്തേക്കും സലാം വീട്ടൽ. ആ തസ്ലീമത്താൻ ഖൗലിയാണോ ഫിഅലിയാണോ? ഖൗലിയാണ്, സലാം വീട്ട് പറയലാണ്. ആ ചെയ്യൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൽ, അത് റുക്നിൽ പെടുന്ന കാര്യമല്ല. ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് വിശദീകരണത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം റുക്നുൽ അവ്വൽ അൽ ഖിയാമു മഅൽ ഖുദ്റ, അൽ ഖിയാമു മഅൽ ഖുദ്റ, കഴിവുള്ള ആളുകൾ നിൽക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, ഫിൽ ഫർളിൽ. കാരണം ഫർളിൽ മാത്രമേ കഴിവുള്ള ആൾ നിൽക്കൽ റുക്കനായിട്ട് വരുന്നുള്ളൂ, സുന്നത്തിലില്ല. എന്ന് പറഞ്ഞാൽ ഫർളിൽ ഒരാൾ കഴിവുണ്ടായിട്ടും ഇരുന്ന് നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം എന്താവില്ല, ശരിയാവില്ല. എന്നാൽ സുന്നത്തിലാണെങ്കിലോ ശരിയാകും. സുന്നത്തിലാണെങ്കിൽ ഒരാൾ ശരിയാവും. അയാൾ ഇശാക്ക് നിന്നിട്ട് നിസ്കരിച്ചു, ശേഷമുള്ളത് കഴിവുണ്ടായിട്ടും അയാൾ ഇരുന്നിടത്ത് തന്നെ നിസ്കരിച്ചു, അല്ലെങ്കിൽ കസേരയിൽ ഒന്ന് നിസ്കരിച്ചു, കഴിവുണ്ടായിട്ട് ഒരാൾ അങ്ങനെ ചെയ്താലും നിസ്കാരം ശരിയാകും. പക്ഷെ അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് പൂർണ്ണമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് എങ്കിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് പകുതി പ്രതിഫലമേ കിട്ടുള്ളൂ. അത് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. കഴിവില്ലാത്ത ആൾ ഇരുന്ന് നിസ്കരിച്ചാൽ അയാൾക്ക് കഴിവുള്ള ആളുടെ പോലെ തന്നെ പൂർണ്ണമായിട്ട് തന്നെ പ്രതിഫലം കിട്ടും. പറഞ്ഞ മനസ്സിലായില്ലേ? ഒരാളിപ്പോൾ ഇശാന്റെ സുന്നത്ത് അയാൾക്ക് നിന്ന് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിക്കുക, രണ്ടിനും കഴിവുണ്ട്. ഒരാൾ ഇരുന്ന് നിസ്കരിച്ചു, വേറൊരാൾ നിന്ന് നിസ്കരിച്ചു, രണ്ടാൾക്ക് കഴിവുണ്ട്. നിന്ന് നിസ്കരിച്ചാക്കാണ് ഇരട്ടി പ്രതിഫലം ഉണ്ടാകുന്നത്, ഇരുന്ന് നിസ്കരിച്ചാക്ക് പകുതിയെ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് അതിന്റെ ഉപകാരം? എന്താണുള്ളത്? ഇരുന്ന് നിസ്കരിക്കുന്നതിന് ഉപകാരം ഇപ്പം എന്തായിരിക്കും? പകുതിയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് നിന്ന് കുറേ നിസ്കരിക്കുമ്പോൾ ക്ഷീണം വരും. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇരുന്നിട്ടാണെങ്കിൽ നിസ്കരിച്ചാൽ അത്രയും കിട്ടിയില്ല, അത്രയും പ്രതിഫലം ഒരാൾക്ക് കിട്ടും. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ മടിയുണ്ട്, സുന്നത്ത് നിസ്കാരം, അയാൾ ഇരുന്നിട്ടാണെങ്കിൽ നിസ്കരിച്ചു, അയാൾക്ക് അത്ര പ്രതിഫലമുണ്ട്. ഇപ്പം രാത്രി നിസ്കാരം ഒരാൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ കഴിയും, പക്ഷെ എന്നാലും അയാൾ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പം അയാൾക്കത് ഹൈറാണ്. കാരണം ഒന്നും നിസ്കരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇരുന്നിട്ടെങ്കിലും നിസ്കരിക്കുക എന്നുള്ളത്. പകുതിയെങ്കിലും പ്രതിഫലം കിട്ടും. ഇനി കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം തന്നെ കിട്ടും. കാലിന് വയ്യാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഫർദിനും സുന്നത്തിനും ഒക്കെ പൂർണ്ണമായ പ്രതിഫലം തന്നെയാണ് ലഭിക്കുക. അൽ ഖിയാമു മഅൽ ഖുദ്റ വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഹാഫിളു അലസ് സ്വലവാത്ത്, നിങ്ങൾ നിസ്കാരം കൃത്യമായി സംരക്ഷിക്കുക. വസ്സലാത്തുൽ വുസ്താ, മധ്യമ നിസ്കാരം, പ്രത്യേകിച്ച് മധ്യമ നിസ്കാരം, ഇത് അസർ നിസ്കാരമാണ് എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും.
അസർ നിസ്കാരത്തെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, അലസത കൊണ്ടും അതുപോലെ തന്നെ ജോലി തിരക്ക് കൊണ്ടും ഒക്കെ അത് വൈകിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം അതിന്റെ സമയത്ത് തന്നെ സംരക്ഷിക്കണം, സമയത്ത് തന്നെ പാലിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നീട് പറയുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്, വഖൂമു ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഭയഭക്തിയോടുകൂടി നിന്നുകൊണ്ട് നിസ്കരിക്കണം. വഖൂമു ലില്ലാഹ്, വഖൂമു നിങ്ങൾ നിൽക്കണമെന്നാണ് കൽപ്പന. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നിൽക്കണം എന്നുള്ളത് എന്തായി വന്നിട്ടുള്ളത്, റുക്നാണ് എന്ന് പറയാനുള്ള കാര്യം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. സല്ലി ഖായിമൻ, നിങ്ങൾ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, നിസ്കരിക്കണം. സല്ലി ഖായിമൻ, നിങ്ങൾ നിന്നുകൊണ്ട് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ആ കൽപ്പന വാജിബാണ് അറിയിക്കുന്നത്. ഇനി ഫഇല്ലം തസ്തതി, നിനക്കിനി നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫഖഇദ, നിനക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. അപ്പോൾ അടുത്ത ഇതിലേക്ക് മാറി, നിൽക്കാൻ കഴിവില്ലാത്ത ആൾക്ക് ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം. ഫഇല്ലം തസ്തതി, അതിന് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജംബിൻ, നിന്റെ സൈഡിൽ പാർശ്വഭാഗത്തോടുകൂടി, അത് ചെരിഞ്ഞു കിടന്നിട്ട് നിസ്കരിക്കാം. ഒരാൾക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാം. ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ളത് അറിയിക്കുകയാണ്. ഇപ്പം നിൽക്കാൻ കഴിയാത്ത ആൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. ഇപ്പം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് തറയിൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ തറയിൽ തന്നെ ഇരിക്കുക. ഒരാൾക്ക് തറയിൽ ഇരിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ, ചമ്രം മടിഞ്ഞിട്ടോ മറ്റോ തറയിൽ തന്നെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരാൾക്ക് അതിനും കഴിയില്ല, മുട്ടുവേദന ഉണ്ട് എങ്കിൽ അയാൾക്ക് കസേരയിലോ മറ്റോ ഇരിക്കാവുന്നതാണ്. അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി കിടന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഅല ജംബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെരിഞ്ഞടക്ക് നിസ്കരിക്കുക? ചെരിഞ്ഞടന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുഖം കിബിലയിലേക്കാവുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ കിബില ഈ ഭാഗത്തേക്കാണ് അല്ലേ, നമ്മൾ ഈ ഭാഗത്തേക്കാണ് കിബില വരുന്നത്. ഇപ്പം ഇവിടെ ചെരിഞ്ഞുകൊണ്ട് ഒരാൾ നിസ്കരിക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാളുടെ മുഖം കിബിലയിലേക്ക് തിരിയണം. അതൊന്നുകിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഇടതുഭാഗത്തേക്ക് രണ്ട് ജൻബുണ്ട് ഒരാൾക്ക്. അപ്പോൾ ആദ്യം വലതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വലതുഭാഗത്തേക്ക് തിരിയണമെങ്കിൽ അവിടെ കാലും ഇവിടെ തലയാക്കുന്ന രൂപത്തിൽ അയാൾ അങ്ങോട്ടേക്ക് നോക്കി കിടക്കണം. മനസ്സിലായില്ലേ? ഈ ഭാഗത്തേക്ക് തലയും ആ ഭാഗത്തേക്ക് കാലും അയാൾ അങ്ങോട്ടേക്ക് നോക്കുന്ന രൂപത്തിൽ കിബിലയിലേക്ക് നോക്കി അയാൾ കിടക്കണം. അതാണ് ഒന്നാമത്തത്. പിന്നെ അയാൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, തിരിച്ച് ഇടതേ ജമ്പിൽ ഇടതേ പാർശ്വത്തിൽ എന്ത് ചെയ്യണം, കിടക്കണം. അപ്പം കാലിവിടെയും തല അവിടെയായിട്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് തന്നെ. അതാണ് കിടന്നുകൊണ്ട് നിസ്കരിക്കുന്ന രൂപം. ഇനി ഒരാൾക്ക് അങ്ങനെ ചെരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ മലർന്നാണ് കിടക്കുക. മലർന്ന് കിടക്കുമ്പോൾ രൂപം മാറ്റാണ്. മലർന്ന് കിടക്കുമ്പോൾ കാലാണ് കിബിലക്ക് നേരെ തിരിയുക. അപ്പം ഇങ്ങോട്ടേക്ക് കാലും തല ഇങ്ങോട്ടേക്കുമാണ് ഉണ്ടാവുക. ഒരാൾക്ക് ഹോസ്പിറ്റലിലൊക്കെ വെച്ച് കിടന്നിട്ടാണ് ഉള്ളത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, കാല് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. കാല് കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ചില സാഹചര്യങ്ങളായിരിക്കും. അങ്ങനെ കാല് കിബിലക്ക് നേരെ തിരിച്ചിടാൻ പറ്റുന്ന ഇതൊന്നും ആയിരിക്കില്ല, അവിടെ സാഹചര്യം ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. കാരണം അവിടെ പല കാര്യങ്ങളും, അതിന് മെഷീനൊക്കെ ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും വരിക. നമുക്ക് ഒന്നാകെ തിരിയാനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അയാൾക്ക് ആ ഹാലിൽ നിസ്കരിക്കാം. കിബില വിഷയമല്ല, കാരണം അയാൾക്ക് കുതിരത്തില്ല, കിബിലയിലേക്ക് തിരിയാനുള്ള കുതിരത്ത് അയാൾക്ക് ഇല്ല. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നിന്ന് നിസ്കരിക്കേണ്ടത് രൂപം നമുക്കറിയാം, കിബിലയിലേക്ക് തിരിഞ്ഞാണ്. ഇരുന്ന് അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ ഈ മൂന്നാലൊരു രീതിയിലായിരിക്കും നമ്മൾ കിടന്ന് നിസ്കരിക്കുക എന്നാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിവുള്ള ആൾ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. ഇതറിയാത്ത ആളുകൾ ഉണ്ട്. ഞാൻ പലപ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ ചില ആളുകൾ മനസ്സിലാക്കിയ അബദ്ധം വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന്, ചില ആളുകൾ വിചാരിക്കുന്നത് ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം ഉണ്ടായാൽ അപ്പാടെ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാമെന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു മുട്ട് മടക്കാനുള്ള പ്രശ്നമായിരിക്കും. നിൽക്കാൻ യാതൊരു കുഴപ്പമില്ല, മുട്ട് മടക്കുന്നതിന് മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇടയിലിരുത്തത്തിൽ അവിടെയാണല്ലോ മുട്ട് നന്നായി സ്ട്രെയിൻ ചെയ്ത് മടങ്ങുന്നത്, അത് മാത്രമേ ചില ആൾക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സുജൂദിൽ പോകുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാവും. നിൽക്കുന്നതിനോ റുക്കൂ ചെയ്യുന്നതിനോ ഒന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആളുകൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ പോയിരിക്കും, അറിവില്ലാത്തതുകൊണ്ടാണ്. അതായത് ഈ വ്യക്തി നടന്നുകൊണ്ടായിരിക്കും മസ്ജിദിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്നിട്ട് പോയി നേരെ കസേര എടുത്തുകൊണ്ട് വന്ന് പള്ളിയിൽ ഒരു ഭാഗത്തിരുന്ന് അവിടെ ഇരുന്നിട്ട് നിസ്കരിക്കുക. അത് ആദ്യത്തെ തഹിയ്യത്തൊക്കെ സുന്നത്താണെങ്കിൽ കുഴപ്പമില്ല, തഹിയ്യത്ത് നമുക്കറിയാം സുന്നത്താണ്. ഇനി അതുപോലെ അതിനുശേഷം നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാണെങ്കിലും കുഴപ്പമില്ല, അയാൾക്ക് നിസ്കാരം സഹീഹാകും, ശരിയാകും. പക്ഷെ ഫർളനും അയാൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിസ്കാരം ശരിയാവുകയില്ല. അയാൾക്ക് അറിയാതെ ചെയ്യാണ് ആൾ. അപ്പം അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം, നിൽക്കണം. പണ്ഡിതന്മാർ പറയാണ്, ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാമിന് നിൽക്കാൻ പറ്റുമെങ്കിൽ അതിനെങ്കിലും നിൽക്കണം എന്നാണ് ഏറ്റവും കുറഞ്ഞത്. ഒരാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാൻ പറ്റും, പക്ഷെ ദീർഘനേരം നിൽക്കാൻ പറ്റൂല. ഒരല്പനേരം നിന്ന് കഴിഞ്ഞാൽ മുട്ടിന് വേദന വരും. അപ്പോൾ അയാൾക്ക് എത്രയാണോ നിൽക്കാൻ പറ്റുക അത്ര നിൽക്കണം. അത് ഏറ്റവും കുറച്ച് തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾക്ക് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അത്രേ നിൽക്കാൻ പറ്റുള്ളൂ. എങ്കിൽ അങ്ങനെ നിന്നിട്ട് പിന്നെ നേരെ ഇരിക്കുക എന്നാണ്.
ഒരാൾക്ക് തീരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നിൽക്കണം എന്ന് പറയുന്നില്ല. വീഴാണെങ്കിൽ വീട്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല, അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ, നീ ഒന്ന് പിടിച്ച് നിൽക്ക്, അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരാൾ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരാൾക്ക് നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ അത്രയെങ്കിലും പറ്റുമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിന്നുകൊണ്ട് പറയണം. ചില ആൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് ഫാത്തിഹ ഓതാനൊക്കെ പറ്റും. പക്ഷേ വിചാരിക്കുകയാണ് എൻ്റെ മുട്ടുവേദന ഉണ്ടല്ലോ, അപ്പം നേരെ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാം എന്ന് വിചാരിക്കാൻ. എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നത്, നിങ്ങൾ യാത്രയിലാണെങ്കിലും ഫ്ലൈറ്റിലോ കപ്പലിലോ ആണെങ്കിൽ പോലും നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിൽക്കുക തന്നെ പോകണം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇളകി വീവില്ല, നമ്മൾ താഴേക്ക് വീവില്ല, നിന്നുകൊണ്ട് ശരിക്കും നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഇപ്പോൾ സൗദി എയർലൈൻസിലൊക്കെ അങ്ങനെ നിന്നുകൊണ്ടുള്ള സംവിധാനം ഉണ്ടായപ്പോൾ ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ച യാത്രയിൽ ഇരുന്ന് നിസ്കരിക്കാൻ സംവിധാനം ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, യാത്രയിൽ ഇരുന്ന് അങ്ങനെ യാത്രയിൽ ഇരുന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞൊരു മസലയൊന്നുമില്ല. ഇരുന്ന് നിസ്കരിക്കൽ യാത്രയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇരുന്ന് നിസ്കരിക്കൽ ബന്ധം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടോ ഇല്ലേ എന്ന വിഷയം മാത്രമാണ്. അല്ല, യാത്രക്ക് ഒരു ഇരുന്ന് നിസ്കരിക്കലിൻ്റെ ആയിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം അവിടെ ഒരാൾക്ക് ആ എയർലൈൻസ് നിന്ന് നിസ്കരിക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവിടെ ശരിക്കും നിൽക്കാൻ പറ്റുന്നത് തന്നെയാണ് എങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ നിസ്കരിക്കൽ നിർബന്ധം. അതിന് കാത്തിക്കണം. ഒരാൾക്ക് കഴിഞ്ഞിട്ട് അടുത്ത ആൾ കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിക്കണം. അല്ലാതെ യാത്രയാണ് അപ്പം നേരെ ഇരുന്ന് നിസ്കരിക്കാം, കിബിലയും നോക്കണ്ട, ഒന്നും നോക്കണ്ട അല്ല. മറിച്ച് യാത്രയാണെങ്കിലും കിബില നമുക്ക് അവിടെ നോക്കാൻ പറ്റുക, അത് നോക്കലും നിർബന്ധം, അത് ഷർത്താണ്. നിന്ന് നിസ്കരിക്കൽ നിസ്കാരത്തിന്റെ റുക്കുനുമാണ്. ഇത് രണ്ടും അയാൾ ചെയ്യണം. അത് ചെയ്യാതെ എങ്ങനെയെങ്കിലും യാത്ര അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ യാത്ര അല്ലേ കിബില നോക്കണ്ട, അങ്ങനെയൊന്നുമില്ല. യാത്രക്ക് അതൊന്നും യാത്രയുടെ മസലയുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ സുന്നത്തിന് ആ വിഷയമില്ല. സുന്നത്തിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, കിബിലയും വിഷയമാകുന്നില്ല, അതേപോലെ നിന്ന് നിസ്കരിക്കുന്നതും വിഷയമാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഇവിടെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ഇരുന്ന് നിസ്കരിച്ച അയാൾക്ക് പ്രതിഫലം പൂർണ്ണമായ പ്രതിഫലമാണ്. അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലമാണ്. ഒരു ഹദീസിൽ കാണാം, ഇത് അമരിദുൽ അബ്ദു സാഫ, ഒരടിമ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായി, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹൻ, അയാൾ നാട്ടുകാരനായി അതല്ലെങ്കിൽ ആരോഗ്യവാനായി ഇരിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്ന എല്ലാ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. നമ്മൾ യാത്രയിൽ കസറാക്കിയാലും നമുക്ക് പൂർണ്ണമായ പ്രതിഫലമാണ്. പ്രതിഫലം കുറഞ്ഞു പോകുന്നൊന്നുമില്ല. യാത്രയിൽ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റാതെ നമ്മൾ ഇരുന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം ചിലപ്പോൾ വരും, അല്ലെ? ഫ്ലൈറ്റിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഫ്ലൈറ്റിലാണെങ്കിലും അങ്ങനെയൊക്കെ വരും. അപ്പോഴൊക്കെ പൂർണ്ണമായ പ്രതിഫലമാണ് കിട്ടുക. രോഗിയെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റൂല, ഇരിക്കേണ്ടി വരും, ഇരിക്കാൻ പറ്റൂല, കിടക്കേണ്ടി വരും, പൂർണ്ണമായ പ്രതിഫലമാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം വുളു എടുക്കാൻ പറ്റുന്നില്ല, അതൊക്കെ തയമ്മും ചെയ്യേണ്ടി വരും, പൂർണ്ണമായ പ്രതിഫലമാണ്. കാരണം അതൊന്നും കഴിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ അജ്ജ് ഉണ്ട് എങ്കിൽ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം തന്നെ ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം അസാനി തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക എന്നുള്ളതാണ്. വദ്ദലീലു ഹദീസ്, തെളിവ് ഹദീസാണ്. തഹ്രീമുഹ അത്തക്ബീറു വതഹ്ലീലുഹ അത്തസ്ലീം, നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അതിന്റെ തഹ്രീം, ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടിയാണ്. അതിന് തിരിച്ച് ഹലാലാക്കുന്നത് തസ്ലീം, സലാം കിട്ടുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം? ഖൗലു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. തക്ബീറത്തുൽ ഇഹ്റാം റുക്നാണെന്ന് പറയുമ്പോൾ ചില ആളുകളെ മനസ്സിൽ ഓർമ്മ വരിക ഇങ്ങനെ കൈ ഉയർത്തലായിരിക്കും തക്ബീറത്തുൽ ഇഹ്റാം എന്നായിരിക്കും, അത് ചെയ്യലാണ് എന്നാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ആയിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. അല്ല, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഒരു തക്ബീറാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം, മറ്റൊന്നുമല്ല. അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അതിലില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുക എന്നുള്ളതാണ്. ആ പറയല് നമ്മൾ എന്ത് ചെയ്യണം? നിന്നുകൊണ്ട് തന്നെ നമ്മൾ പറയുകയും വേണം. അതാണ് അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ശ്രദ്ധിക്കണം. കഴിവുള്ള ആളുകൾ നിന്നുകൊണ്ട് തന്നെ അത് പറയണം. ഒന്നാമത്തെ തക്ബീർ തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം മറ്റൊന്നേ ഉള്ളൂ, നിസ്കാരം ആരംഭിക്കുമ്പോഴുള്ള തക്ബീറാണ്. ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് വിളിക്കുന്നത്? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിഷിദ്ധാവുന്നുണ്ട്, ഉംറയിലും ഹജ്ജിലും ഒക്കെ. അതേപോലെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ തൊട്ടു മുമ്പ് ഹലാലായ പല കാര്യങ്ങളും നിഷിദ്ധാവും. ഏതൊക്കെ പോലെ? സംസാരം നിഷിദ്ധായി, ഭക്ഷണം കഴിക്കൽ നിഷിദ്ധായി, വെള്ളം കുടിക്കൽ നിഷിദ്ധായി, ചിരിക്കൽ, പൊട്ടിച്ചിരിക്കൽ നിഷിദ്ധായി. പൊട്ടിച്ചിരിച്ച നിസ്കാരം ബാത്തിലാക്കും, പുഞ്ചിരിയല്ല, പൊട്ടിച്ചിരി നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പം ഇങ്ങനെയുള്ള ഹലാലായ പല കാര്യത്തെയും ഇതോടുകൂടി നിഷിദ്ധമാക്കുകയാണ്. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അപ്പം അത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ നിർബന്ധമായ കാര്യത്തിൽ പെട്ടതാണ്. ഇനി ഒരാൾ ഇങ്ങനെ ആക്കാൻ മറന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലോ, ഒരാളിങ്ങനെ കൈ നേരെ, ചില ആൾക്കാർ നേരെ ഇങ്ങനെ കൈ കെട്ടും, ആ നിസ്കാരം ശരിയാകുമോ? ശരിയാവും. പക്ഷേ അവിടെ ഒരു കുറവുണ്ട്. എന്തിനു കുറവ്? കൈ ഉയർത്തി എന്ന് പറയുന്ന സുന്നത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയതാണ്. അയാൾക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെടുന്നുണ്ട്. സുന്നത്ത് ഒരിക്കലും പാഴാക്കരുത്.
അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിസ്വാസം ഒന്നുകിൽ ചുമലിനോടൊപ്പം അല്ലെങ്കിൽ ചെവിക്കുറ്റിയോടൊപ്പം കൈകൾ ഉയർത്തിയിട്ടുണ്ട്. അതാണ് അതിന്റെ സിഫത്തു തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ രൂപം അതാണ്. കൈ ഇങ്ങനെ ഉയർത്തുക, ഒന്നുകിൽ ചെവിക്കുറ്റിയോടൊപ്പം അല്ലെങ്കിൽ ചുമലിനോടൊപ്പം, ഇത്രയെങ്കിലും ഉയർത്താം. അതിനപ്പുറത്തേക്ക് താഴെ ഇങ്ങനെയൊക്കെ കെട്ടുന്നത് ഒരു സുന്നത്തോടെ കുറയുന്നുണ്ട്. പക്ഷെ എന്തില്ല, അയാൾ നിസ്കാരം ശരിയാകാതിരിക്കുന്നില്ല. കാരണം കൈ ഉയർത്തുക എന്നുള്ളതല്ല തക്ബീറത്തുൽ ഇഹ്റാം, അത് അതിനോടൊപ്പം ഉള്ള ഒരു സുന്നത്താണ്. തക്ബീറത്തുൽ ഇഹ്റാമിനെ അനുഗമിക്കുന്ന ഒരു സുന്നത്താണ് കൈകൾ ഉയർത്തൽ. അതൊരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും നിസ്കാരം ശരിയാകും. എന്നാൽ ഒരാൾ കൈകളൊക്കെ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്, പക്ഷെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലോ നിസ്കാരം ശരിയാവില്ല. കാരണം അയാൾക്ക് ആ സുന്നത്തെ കിട്ടിയിട്ടുള്ളൂ, അവിടെ റുക്കിന് പോയി, ആ റുക്കിന് പോയാൽ നിസ്കാരം ശരിയാവില്ല. അപ്പം രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ശേഷം അദ്ദേഹം അടുത്ത റുക്കിനിലേക്ക് പോകുന്നതിന് മുമ്പ്, അടുത്ത റുക്കിന് നമ്മൾ മൂന്നാമത് പറഞ്ഞ റുക്കിന് ഏതാണ്? ഖിറാഅത്തു അൽ ഫാത്തിഹ. അപ്പം അതിനിടയിൽ നടക്കുന്ന ചില കാര്യം, റുക്കിനല്ലാത്ത കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. വബഅദഹ അൽ ഇസ്തിഫ്താഹ്, അതിനെ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോവാൻ. അതിനുശേഷം ഇസ്തിഫ്താഹാണ്, പ്രാരംഭ പ്രാർത്ഥന, അഥവാ ദുആ ഉൽ ഇസ്തിഫ്താഹാണ്, പ്രാരംഭ പ്രാർത്ഥനയാണ്. വഹുവ സുന്നത്തുൻ, അത് സുന്നത്താണ്. ഖൗലു സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഒരു ദുആ ഉൽ ഇസ്തിഫ്താഹ് അദ്ദേഹം കൊടുത്താണ്. ഏറ്റവും എളുപ്പമുള്ള ദുആ ഉൽ ഇസ്തിഫ്താഹാണ്. അത് പഠിക്കുന്നത് വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. പഠിക്കുന്നത് വളരെ ഉപകരിക്കുന്ന കാര്യമാണ്. നല്ല അർത്ഥമാണ്, അർത്ഥവും കൊടുത്തിട്ടുണ്ട്. വമഅന സുബ്ഹാനക അല്ലാഹുമ്മ, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്നെ പരിശുദ്ധനാക്കി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐ ഉനസ്സിഹുക അത്തൻസീഹ ലായിക ബിജലാലിക്, നിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ നിനക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതെല്ലാത്തിൽ നിന്നും ഞാൻ നിന്നെ മുക്തനാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യോജിക്കാതെ, അവന്റെ മഹത്വത്തിന് യോജിക്കാത്തതായ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ പറയുന്നു, നമ്മുടെ ചിന്തകളിൽ വരുന്നു, അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അങ്ങനെ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായവനാണവൻ. അവന് യാതൊരു ന്യൂനതയുമില്ല. അവന്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണതയുള്ളതാണ്, ഒരു ന്യൂനതയും അവനില്ല. അങ്ങനെ വാക്കുകളിലോ പ്രവൃത്തികളിലോ സംസാരങ്ങളിലോ ഒക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ കുറക്കുന്ന രൂപത്തിൽ വല്ലതും വന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞു സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്ന കാര്യത്തിൽ നിന്നും അള്ളാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇനി വബിഹംദിക അഥവാ അൽഹംദുലില്ലാഹ്, അതോടൊപ്പം തന്നെ ഞാൻ ഹംദും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഹംദും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഐ സനാഉന അലൈക്, അള്ളാഹുവിനെ പുകഴ്ത്തുന്നു. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു ന്യൂനതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തെ ന്യൂനതകളെല്ലാം നഫീ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ അല്ലെങ്കിൽ വബിഹംദിക, ഹംദുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനാണ് എല്ലാ ഉന്നതമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവനെ പുകഴ്ത്തല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ. പല സ്ഥലത്തും ഈ രണ്ട് ദിക്റുകളും ഒരുപോലെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് എന്നൊരുമിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ സുബ്ഹാനക എന്ന് പറഞ്ഞാൽ നിന്നെ പരിശുദ്ധനാക്കുന്നു എല്ലാ ന്യൂനതകളിൽ നിന്നും, വബിഹംദിക എന്ന് പറഞ്ഞാൽ എല്ലാ പൂർണ്ണതകളും നിനക്കുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. വതബാറക ഇസ്മുക, അള്ളാഹുവിന്റെ നാമം തബാറക, അനുഗ്രഹീതമായി. ഐ അൽ ബറകതു തുനാലു ബിദിക്രിക്, നിന്റെ നാമങ്ങൾ പരാമർശിക്കപ്പെടുമ്പോഴാണ് ബറക്കത്തുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ നാമം ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാകും എന്നാണ്. വതആല ജദ്ദുക് ഐ ജല്ലത് അലമതുക്, നിന്റെ മഹത്വം അത് ഉയർന്നിരിക്കുന്നു, അത് മഹത്വമുള്ളതായിരിക്കുന്നു. വലാ ഇലാഹ ഗൈറുക് ഐ ലാ മഅബൂദ ഫിൽ അർളി വലാ ഫിസ് സമാഇ ബിഹഖ്ഖിൻ സിവാക യാ അല്ലാഹ്. വലാ ഇലാഹ ഗൈറുക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ആകാശഭൂമികളിൽ ഒരു അടിമ, ഒരു പടപ്പും ഒരു ആരാധ്യനുമില്ല, ഹക്കുള്ളതായ ഒരു ആരാധ്യനുമില്ല നീയല്ലാതെ എന്നാണ്. ഹക്കില്ലാത്ത ഒരുപാട് ആരാധ്യന്മാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നല്ല. അള്ളാഹു അല്ലാതെ ഒരുപാട് ആരാധ്യന്മാരുണ്ട്, പക്ഷെ അതിനൊന്നും യാതൊരു ഹക്കില്ലാത്ത ആരാധ്യന്മാരാണ്. പലതും ആരാധിക്കപ്പെട്ടാൽ അത് ഇലാഹായി മാറി, പക്ഷേ അതിനൊന്നും ഹക്കില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെറിയൊരു ദിക്റാണ്, വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള വിശദീകരണം മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്കറിയാൻ ചൊല്ലേണ്ടത് പതുക്കെയാണ്. അത് ഫർദിലാണെങ്കിൽ സുന്നത്തിലാണെങ്കിലൊക്കെ അത് പതുക്കെയാണ്. അത് ഫർദ് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്താണ്, രണ്ടും സുന്നത്താണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ അതൊരാൾ മറന്നാലും അയാളുടെ നിസ്കാരത്തെ എന്താകുന്നില്ല, ബാധിക്കുന്നില്ല. ഇനി മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരത്തെ ബാധിക്കുന്നില്ല. ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് നേരെ ഫാത്തിഹ ആരംഭിച്ചാലും നിസ്കാരം സ്വഹീഹാകും, കാരണം സുന്നത്താണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഇത്രയും മഹത്തരമായ, ഒന്നുകിൽ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദുആ ഇസ്തിഫ്താഹാണ് ഇവിടെ ഉള്ളത്. പിന്നെ അല്ലാഹു മുബാഇദ് ബൈനിലാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ള ദുആയോടുകൂടി ആരംഭിക്കുകയാണ്. അപ്പം എന്തായാലും ഒരുപാട് ഖൈറുകൾ നേടിയെടുക്കാൻ പറ്റുന്നതായ ദുആ ഇസ്തിഫ്താഹാണ്. അത് പാഴാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഴാക്കിയിട്ടില്ല. പക്ഷെ അത്
സുന്നത്തായ കാര്യമാണ് എന്നുള്ളത് എന്തുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഉണ്ട്, ഏകാഭിപ്രായമുണ്ട്. അപ്പം അത് നമ്മൾ പറയാൻ ശ്രമിക്കുക. അതിനുശേഷം പിന്നെയും ഒരു സുന്നത്തുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക സുന്നത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. അദ്ദേഹം പറയുന്നു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മഅന അഊദു എന്ന് പറഞ്ഞാൽ അലൂദു വ അൽതജിഉ വ അഅ്തസിമു ബിക യാ അല്ലാഹ് മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവേ നിന്നിൽ രക്ഷ തേടുന്നു, നിന്നിൽ അഭയം തേടുന്നു, നിന്നിൽ സംരക്ഷണം ഞാൻ തേടുന്നു. ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത്. അല്ലാഹുവിനാണ് ഞാൻ സംരക്ഷണം തേടുന്നത്, ആട്ടിയകറ്റപ്പെട്ട പിശാചിന്റെ എല്ലാ ഷർറിൽ നിന്നും. അൽ റജീം എന്ന് പറഞ്ഞാൽ അൽ മത്റൂദ് അൽ മുബഅദു അർ റഹ്മത്തില്ലാഹി അല്ലദീ ലാ യദുറുനി ഫീ ദീനി വലാ ഫീ ദുനിയായ. അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പറയാണ്, കാരണം നമ്മൾ റുക്കിനുകളാണ് കൂടുതൽ വിശദീകരിക്കുന്നത്. നമ്മൾ സിഫത്തു സലാത്തായി പൂർണ്ണമായ നിസ്കാരത്തിന്റെ രൂപങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇത് മുസ്തഹബായ കാര്യമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. ഇനി അതെല്ലാ എല്ലാ ഫാത്തിഹയ്ക്കും മുമ്പും വേണോ, വേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തെ റക്അത്തിലെ ഫാത്തിഹയ്ക്ക് മാത്രം നമ്മളത് പറഞ്ഞാൽ മതി. അടുത്തത് വഖിറാഅത്തുൽ ഫാത്തിഹത്തി റുക്നുൻ ഫി കുല്ലി റക്അ കമാ ഫി ഹദീസ് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ് വഹിയ ഉമ്മുൽ ഖുർആൻ. റുക്ന് മൂന്നാമത്തെ റുക്നാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. അതെല്ലാ റക്അത്തിലും റുക്നാണ്, എല്ലാ റക്അത്തിലും അത് റുക്നാണ്. 4 റക്അത്തുണ്ടെങ്കിൽ 4 ഫാത്തിഹ നമ്മൾ ഓതേണ്ടി വരും. 2 റക്അത്താണെങ്കിൽ 2 ഫാത്തിഹ ഓതണം. ഹദീസിൽ വന്നിട്ടുണ്ട് ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹത്തുൽ കിതാബ് പാരായണം ചെയ്യാത്തവന് എന്തില്ല, നിസ്കാരമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇജ്മാ ഉള്ള കാര്യം ആർക്കാണ്? ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കാണ്. ഇമാമിനും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കും എന്തില്ല, ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല. മഅ്മൂമിനാണെങ്കിൽ, ഇമാമിനെ തുടരുന്ന ആണെങ്കിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. മഅ്മൂമിങ്ങൾക്ക് ഇത് റുക്നാണോ അതല്ല സുന്നത്താണോ അതല്ല ചൊല്ലേണ്ടതില്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മഅ്മൂമിങ്ങൾക്ക് ചൊല്ലേണ്ടതില്ല, ഇമാമിന്റെ ഫാത്തിഹ തന്നെ മതിയായതാണ് എന്നത് ശക്തമായ അഭിപ്രായമാണ്. ഇമാം ഓതുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചു കേട്ടാൽ മതി, ഓതേണ്ടതില്ല എന്നുള്ളത് ശക്തമായൊരു അഭിപ്രായം തന്നെയാണ്. പക്ഷേ വല്ലാഹു അലം, ശരിയായി മനസ്സിലാവുന്നത് നമ്മളും ഫാത്തിഹ ഓതണം എന്നാണ്. കാരണം അതിനെ അറിയിക്കുന്നൊരു തെളിവുണ്ട്. അത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് പുറകിൽ സ്വഹാബികൾ ഓതുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ സലാം വീട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫൽ ഇമാം വൽ ഇമാം യഖറ. ഇമാമിന് പുറകിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ശബ്ദം കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു ഖാലു ഇന്നാ ലനഫഅലു ദാലിക്, അതെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓതുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലാ തഫഅലു, എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇല്ല അൻ യഖ്റഅ അഹദുക്കും ബി ഉമ്മിൽ കിതാബ്, ഉമ്മുൽ കിതാബ് നിങ്ങളിൽ ഒരാൾ പാരായണം ചെയ്യുന്നതുണ്ടെങ്കിൽ അതല്ലാതെ, അപ്പൊ അത് ഓതണം എന്നാ പറയുന്നത്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ചില വിവാദത്തിൽ അത് ഫാത്തിഹത്തുൽ കിതാബ് തന്നെ വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സഹിയായ സനദോടുകൂടി ഉദ്ധരിച്ചൊരു സംഭവം തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും ഫാത്തിഹ ഓതണം എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം ജമാഅത്തിലാണെങ്കിലും ശരി ഫാത്തിഹ എന്ത് ചെയ്യണം, അത് നമ്മൾ ഓതണം എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു ആലം, അത് ഓതണം. അതിന് ഓതേണ്ടാത്തതായ ചില സാഹചര്യങ്ങൾ വരാം. ഒന്ന്, നമ്മൾ എത്തുമ്പോഴേക്കും ഇമാം ഫാത്തിഹയൊക്കെ ഓതി സൂറത്തൊക്കെ ഓതി നിസ്കാരം റുക്കൂലേക്ക് പോകാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫാത്തിഹ ഓതാൻ മാത്രമുള്ള സമയമില്ല, അവസാനത്തിൽ ഒരു റക്അത്തിന്റെ അവസാനത്തിൽ ചെറിയ 2-3 ആയത്ത് മാത്രം നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല. നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ഒരിക്കലും റുക്കൂ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല. മറിച്ച് നമ്മൾ നേരെ ഇമാമിനോടൊപ്പം റുക്കൂവിൽ പോയാൽ മതി. അങ്ങനെ റുക്കൂ കിട്ടിയാൽ നമുക്ക് ആ നിസ്കാരം, ആ റക്അത്ത് നമുക്ക് കിട്ടും. നമ്മൾ അവിടെ ഫാത്തിഹ ഓതേണ്ടതില്ല. അതാണ് മനസ്സിലാക്കുക. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഓതേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം ഫാത്തിഹയെ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വിശദമായി ഒരുപാട് ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നേരെ അത് പറഞ്ഞ് പോവാണ്. അദ്ദേഹം കൊടുക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ബറക്കത്തുൻ വസ്തിആന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നതിൽ 2 കാര്യമുണ്ട്. ഒന്ന് ബറക്കത്തുണ്ട്, ബിസ്മി ഓതുന്നതിൽ ബറക്കത്തുണ്ട്. അതുപോലെ ഇസ്തിആനത്താണ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ സഹായം ചോദിക്കലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനൊരു സംസാരിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ
അവിടെ അള്ളാഹുവിന് സഹായം ചോദിക്കുകയാണ്. ബിസ്മില്ലാഹി അഖ്റ, അള്ളാഹുവിനെ സഹായം തേടിക്കൊണ്ട് ഞാനിത് വായിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ട് അഖ്തുബ്, ഞാൻ സംസാരിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ട് ഞാൻ പഠിക്കുന്നു. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാളൊരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ സഹായം ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ അതിലുള്ള ബറക്കത്തും ലഭിക്കും എന്നാണ് പറയുന്നത്. അത് ഫാത്തിഹയിൽ ആയത്താണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഫാത്തിഹയിൽ ആയത്തല്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായി മനസ്സിലാവുന്നത്. അല്ലാഹു അലം. കാരണം ഒരു ഖുദ്സിയായ ഹദീസിൽ തന്നെ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വ ഇദാ ഖാലൽ അബ്ദു അർറഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടിമ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ആ വാക്കുകൾ വരുന്നുണ്ട്. അസ്ന അലൈഹി അബ്ദി, രണ്ടാമത്തെ അസ്ന അലൈഹി അബ്ദി, പിന്നീട് മജ്ജദനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹി വ ഇദാ ഖാലൽ അബ്ദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ ഫാത്തിഹയുടെ ആയത്തല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറിച്ച് സൂറത്ത് തൗബ ഒഴികെ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള ഒരു ആയത്താണ്, ഖുർആനിലുള്ള ഒരു ആയത്ത് തന്നെയാണ്. പക്ഷേ ഫാത്തിഹയുടെ ആയത്തല്ല, ഫാത്തിഹയിലുള്ള ആയത്തല്ല എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയിട്ടില്ലെങ്കിലും അയാളുടെ നിസ്കാരം സഹിയാകും, നിസ്കാരം സഹിഹാകും. പക്ഷെ നമ്മൾ ഓതേണ്ടതുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് നമ്മൾ ലേറ്റായി എത്തുന്ന സമയത്ത് ഇമാമ് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്, അവസാനത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൈകെട്ടിയിട്ട് നേരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോട്ട് തുടങ്ങിയാൽ മതി. കാരണം അന്നേരം സുന്നത്തുകൾ നമ്മൾ ഓതാൻ പാടില്ല. ഇമാം ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. അവിടെ ഫാത്തിഹ മാത്രമേ നമുക്ക് ഓതാതിരിക്കാൻ ഓതൽ നമുക്ക് അനുവദനീയമായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഏറ്റവും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മുതൽ ഓതിയാലും മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ഫാത്തിഹയുടെ വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രൂപത്തിൽ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള അൽഹംദുലില്ലാ, അൽഹംദു സനാഉൻ, ഹംദ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണ്, സനാ ആണ്. വൽ അലിഫു വല്ലാമു ലിസ്തിഗ്റാഖി ജമീഉൽ മഹാമിദ്, അലിഫ് ലാം എന്ന് പറയുന്നത് ഇസ്തിഗ്റാഖിനെ അറിയിക്കുന്നതാണ്. അതായത് എല്ലാം ഉൾക്കൊള്ളുന്നു, എല്ലാ ഹംദും. അതാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സർവസ്തുതിയും എന്ന് പറയുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. ആ സർവ്വതും എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അർഹൻ. അല്ലെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ഒരാളെ പുകഴ്ത്തുന്നുണ്ട് എങ്കിൽ ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ അത് ഏറ്റവും അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. കാരണം അയാൾ ഒരു ഖൈർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അതല്ലാതെ അവൻ ആ ഖൈർ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇർഷാദ് കൊണ്ട്, ഗൈഡൻസ് കൊണ്ടല്ലാതെ ഒരാൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും പുകഴ്ത്തലുണ്ട് എങ്കിൽ അതിനെല്ലാം അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ പുകഴ്ത്തലുകളും അള്ളാഹുലേക്കാണ് എന്നാണ് പറയുന്നത്. അമ്മൽ ജമീലു അല്ലദീ ലാ സുനഅ ലഹു ഫീഹി മിസ്ലുൽ ജമാൽ വനഹു ഫസനാ ബിഹി സുമ്മ മദ്ഹൻ ലാ ഹംദൻ. ഇതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ്. അതായത് ഇനി ജമാൽ, ഭംഗി പോലത്തെ കാര്യങ്ങളാണ് എങ്കിൽ അതിലൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുക എന്ന് പറയുന്നത് ഫസനാ ബിഹി സുമ്മ മദ്ഹൻ, അതിനൊക്കെ മദ്ഹാണ് എന്ന് പറയും. ലാ ഹംദൻ, നമ്മൾ മദ്ഹും ഹംദും തമ്മിൽ വ്യത്യാസമുണ്ട്. മദ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളെ പുകഴ്ത്തലാണ്, അയാളോട് സ്നേഹം നമുക്കുണ്ടാകണമെന്നില്ല, അയാൾ വെറുതെ നമുക്ക് പുകഴ്ത്താം. എന്നാൽ ഹംദ് എന്ന് പറയുന്നത് മഅൽ മഹബ്ബയാണ്, വത്തഅലീം, സ്നേഹത്തോടു കൂടിയും അതുപോലെ മഹത്വത്തോടു കൂടിയും നമ്മൾ ഒരാളെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. ഹംദ് ഒരു ഇബാദത്താണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്നാൽ മദ്ഹ് എന്ന് പറയുന്നത് അതല്ലാത്തവരെയും പറ്റും. അതെപ്പോഴും എന്താണെന്നില്ല, സ്നേഹം ഉണ്ടാകണം എന്നില്ല എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ സർവ്വ ലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു. റബ്ബിന് ഹുവൽ മഅബൂദുൽ ഖാലിഖ് അർ റസാഖ് അൽ മാലിക് അൽ മുതസർരിഫ് മുറബ്ബി ജമീഇൽ ഖൽഖ് ബിന്നിഅം അൽ ആലമീൻ കുല്ലു മാ സിവല്ലാഹി ആലം എന്ന് പറഞ്ഞിട്ട് വഹുവ റബ്ബുൽ ജമീഅ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ആയത്തിനൊക്കെ വിശദീകരിക്കുന്നുണ്ട്. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതി. റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാത്തിനെയും എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാത്തിനെയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് എല്ലാ സൃഷ്ടി കാര്യങ്ങളെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവൻ പരിപോഷിപ്പിക്കുന്നത്, അതിനെല്ലാം പരിപാലിക്കുന്നത്. അള്ളാഹുവിന് പുറമെ ഉള്ളതെല്ലാം അതാണ് ആലം. റബ്ബുൽ ആലമീനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നൊക്കെ വിശദീകരിക്കുകയാണ്. അർ റഹ്മാൻ റഹീം, അർ റഹ്മാൻ റഹ്മത്തുൻ ആമത്തുൻ ജമീഉൽ മഖ്ലൂഖാത്ത്, എല്ലാ പടപ്പുകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, കാരുണ്യമുണ്ട്.
റഹീം എന്ന് പറയുന്നത് റഹ്മത്തുൻ ഖാസത്തുൻ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ്. ഇത് റഹ്മാനും റഹീമും തമ്മിലുള്ള പണ്ഡിതന്മാർ നൽകിയ ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. വേറെ ചിലർ പറഞ്ഞു റഹ്മാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്നു. അത് റഹീം എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളിലേക്ക് എത്തുന്നു. റഹ്മത്തുൻ വാസിഅ എന്നാണ് റഹ്മാൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത്. റഹീം എന്ന് പറയുന്നത് റഹ്മത്തുൻ വാസില, ആളുകളിലേക്ക് എത്തുന്നതായ, പടപ്പുകളിലേക്ക് എത്തുന്നതായ കാരുണ്യമാണ് എന്നൊക്കെ പറയുന്നത് കാണാം. നമ്മൾ ഫാത്തിഹയുടെ വിശദീകരണം നമ്മൾ കൂടുതലേക്ക് പോകുന്നില്ല, നമ്മൾ സമയപരിധി കാരണത്താൽ നമ്മൾ അടുത്ത റുക്കിനിലേക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം ഇതാണ് സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട റുക്കിന് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത റുക്കിന് റുക്കൂ, നാലാമത്തെ റുക്കിന് റുക്കൂ ആണ്. അഞ്ചാമത്തത് റഫ്ഉ മിൻഹാണ്. ആറാമത്തത് വൽ സുജൂദു അലൽ അഅളാഇ അസ്സബ്അ. ഏഴാമത്തത് വൽ ഇഅ്തിദാൽ മിൻഹു. എട്ടാമത്തത് വൽ ജൽസത്തു ബൈന സജ്ദതൈൻ. ഇതിന് അദ്ദേഹം കൊടുക്കുകയാണ് വദ്ദലീലു ഖൗലുഹു തആല യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മുഅ്മിനീങ്ങളെ ഇർകഉ വസ്ജുദു, നിങ്ങൾ റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം. അപ്പോൾ ആ റുക്കൂവിൻ്റെയും സുജൂദിൻ്റെയും ഒക്കെ റുക്കൂനിൻ്റെ തെളിവാണ് അവിടെ വന്നിട്ടുള്ളത്. വൽ ഹദീസു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അതിന് തെളിവായിട്ട് കൊടുക്കുകയാണ്. അദ്ദേഹം മത്തലിന് കൊടുത്ത ഭാഗങ്ങളാണ് വായിക്കുന്നത്. വത്തുമഅ്നീനതു ഫീ ജമീഇൽ അഫ്ആൽ, എല്ലാ പ്രവൃത്തികളിലും ഒരാൾക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണം. വത്തർതീബു ബൈനൽ അർക്കാൻ, അതുപോലെ റുക്നുകൾക്കിടയിൽ ക്രമം വേണം. വദ്ദലീൽ, അതിനുള്ള തെളിവ് ഹദീസുൽ മുസീഇ സലാത്തുഹു അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, നിസ്കാരം മോശമാക്കിയ ഒരാളുടെ വിഷയമുണ്ട്, അതിൽ നിന്നാണ് നിസ്കാരത്തിന്റെ റുക്നുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം വന്നിട്ടുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ്: ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇദ് ദഖല റജുലുൻ ഫസല്ല, ഒരു മനുഷ്യൻ അവിടെ പ്രവേശിച്ചു, നിസ്കരിക്കുകയും ചെയ്തു. ഫസല്ലമ അൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാൽ ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി മടങ്ങി നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിസ്കരിച്ച ഒരാളോടാണ് ഇത് പറയുന്നത്. ഫഅലഹ സലാസൻ, 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. ഒരു പ്രാവശ്യം പറഞ്ഞു, നിസ്കരിച്ചു, വീണ്ടും ഇതേപോലെ സലാം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, അങ്ങനെ വീണ്ടും പോയി നിസ്കരിച്ചു, 2ആയി. വീണ്ടും അദ്ദേഹം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി മടക്കി നിസ്കരിക്കാൻ, നിസ്കരിച്ചിട്ടില്ല. 3ാമത്തെ പ്രാവശ്യം നിസ്കരിച്ചു. 4ാമത് അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ, താങ്കളെ നബിയായി, സത്യം പ്രവാചകനായി ആരാണോ നിയോഗിച്ചത് അവൻ തന്നെ സത്യം, അത് അള്ളാഹു തന്നെ സത്യം. ലാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി, എനിക്ക് ഇതിനേക്കാളും നന്നാക്കാൻ അറിയില്ല, അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ തെളിവായിട്ട് കൊടുക്കുകയാണ് ഈ ഹദീസ്. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നീ തക്ബീർ ചൊല്ലണം, തക്ബീറത്തുൽ ഇഹ്റാമാണ്. പിന്നെ പറഞ്ഞു സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നീട് ഖുർആനിൽ നിന്നും നിനക്ക് എളുപ്പമായത് പാരായണം ചെയ്യുക. സുമ്മർക ഹത്താ തത്മഇന്ന റാക്കിഅൻ, പിന്നീട് നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിഅൻ, റുക്കൂവിൽ നീ അടങ്ങി കഴിയുന്നത് വരെ. തുമുഅ്നീനത്ത് റുക്നാണെന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഹദീസിൽ പ്രധാനമായും വന്ന വിഷയം തുമുഅ്നീനത്താണ്. ഇയാൾക്ക് നഷ്ടപ്പെട്ടതും അതാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. റുക്കൂ ഒക്കെ ചെയ്യുന്നത്, പക്ഷെ പോകുന്നു ഇങ്ങനെ വരുന്നു, അവിടെ നിൽക്കുന്നില്ല. അതാണ് തുമുഅ്നീനത്ത് ഒരു അമലിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ചൊല്ലേണ്ട വാജിബ് പറയാനുള്ള ഒരു സമയമെങ്കിലും അയാൾ അവിടെ ഉണ്ടാവുക എന്നാണ്. ഒരാൾക്ക് റുക്കൂവിൽ തുമുഅ്നീനത്തുണ്ട് എങ്കിൽ അയാൾ ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിൽ അലീം എന്ന് പറയുന്ന അത്രയും നേരം അയാൾ ഉണ്ടാണ്. സുബ്ഹാൻ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ എന്നിട്ട് അയാൾക്ക് അവിടെ തുമുഅ്നീനത്തില്ല. ഇനി സുജൂദിൽ ഒരാൾക്ക് തുമുഅ്നീനത്തുണ്ട് എങ്കിൽ സുബ്ഹാന റബ്ബിൽ അല എന്ന് ഒരു പ്രാവശ്യം പറയുമ്പോൾ എത്ര സമയം വേണം, അത്ര നേരെങ്കിലും അയാൾ അവിടെ ഉണ്ടാണ്. ഒരാൾ സുബ്ഹാൻ എന്ന് പറയുമ്പോൾ തന്നെ എഴുന്നേൽക്കാണ്, അപ്പോൾ അയാൾക്ക് അവിടെ തുമുഅ്നീനത്തില്ല. ഇടയിലിരുത്തത്തിൽ ഒരാൾക്ക് തുമുഅ്നീനത്ത് വേണമെങ്കിൽ റബ്ബി ഗഫിർലി എന്ന് പറയുന്ന ഒരു സമയമെങ്കിൽ അയാൾ ഇരിക്കണം. അവിടെ റബ്ബി എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ അങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ അയാൾ നമസ്കാരം ബാത്തിലായി പോകും. അപ്പം ഇതാണ് തുമുഅ്നീനത്ത് ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ എല്ലാ കാര്യത്തിലും അത് പറയുന്നുണ്ട്. റുക്കൂ ചെയ്യുമ്പോൾ പറഞ്ഞു, പിന്നെ പിന്നീട് റുക്കൂയിൽ നിന്ന് വരുന്നാൽ നേരെ ആകുന്നത് വരെ നീ എന്ത് ചെയ്യുക, നിൽക്കുക. സുമ്മസ്ജിദ്, പിന്നീട് സുജൂദ് ചെയ്യുക. ഹത്താ തത്മഇന്ന സാജിദൻ, നീ സുജൂദിൽ ഇത്മിഇനാനോടുകൂടി, അതായത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിൽ, സമാധാനത്തിൽ നിൽക്കുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യുക. സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസൻ, പിന്നീട് നീ എന്ത് ചെയ്യണം, പിന്നീട് നീ ഇരുന്ന് അവിടെ അടങ്ങിയിരിക്കണം, ഇടയിലിരുത്തത്തിലും അടങ്ങിയിരിക്കണം. സുമ്മ ഫഅൽ ദാലിക ഫീ സ്വലാത്തിക കുല്ലിഹാ, ഇപ്രകാരം നീ നിന്റെ നിസ്കാരത്തിലെല്ലാം അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ തുമുഅ്നീനത്തു ഫിൽ അർക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ തിരക്ക് കൂട്ടാതെ സമാധാനത്തിൽ ഒരാൾ
ചെയ്യുക എന്നുള്ളതാണ്. തർത്തീബ് എന്ന് പറഞ്ഞാൽ ഓരോ റുക്കിനും അടുത്ത റുക്കിനും ഇടയിലുള്ള കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് റുക്കു എന്നോ എന്താണ് ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ റുക്കു എന്ന് പറയുമ്പോൾ ആ റുക്കു ശരിയാകണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ റുക്കു ശരിയാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് കൈകളും അതിനെ മുട്ടിലെത്തുന്ന അത്രയെങ്കിലും നമ്മൾ കുനിയണം, എന്നാലേ റുക്കു ശരിയാവുള്ളൂ. ഒരാൾ റുക്കു ഇങ്ങനെ നേരെ ഇങ്ങനെ മാത്രം ഒരാൾ കുനിഞ്ഞാൽ അയാളുടെ റുക്കു ശരിയാവില്ല. അയാളെ രണ്ട് കൈകളും മുട്ടിലെത്തുന്ന അത്രയെങ്കിലും ഒരാൾ കുനിയണം. അപ്പോൾ അയാളുടെ റുക്കു ശരിയായി, അതായത് സഹിഹായി മുജ്സിയായി, റുക്കു ശരിയായി. പക്ഷേ അയാൾക്ക് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കണം എന്ത് ചെയ്യണം? നിംസാസം ചെയ്തതുപോലെ മുതുകൊക്കെ നേരെയാക്കി അയാൾ എന്ത് ചെയ്യണം? അയാളുടെ ഹദീസിൽ കാണാൻ സാധിക്കും, അവിടുന്ന് ഉയർന്നിട്ടുമില്ല താഴ്ന്നിട്ടുമില്ല, നേരെയാണ്. അത് പുറത്തേക്കൊരു വെള്ളപ്പാത്രം വെച്ചാൽ അതിലെ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയില്ല. അപ്പം ആ രൂപത്തിൽ നേരെ നിൽക്കാൻ ശ്രദ്ധിക്കണം, നേരെ നിൽക്കാൻ ശ്രദ്ധിക്കണം. ഒരാൾക്ക് നടുവേദന മറ്റോ ഉണ്ട് എങ്കിൽ അയാൾക്കത് ഒഴിവാക്കാം. പക്ഷേ അയാൾ എന്ത് ചെയ്യണം? റുക്കുവിന് സാധിക്കുന്ന അത്ര കുനിഞ്ഞിട്ട് റുക്കു ആക്കണം. ഒരാൾ നേരെ ഇങ്ങനെ മാത്രം നിന്നാൽ അയാൾ റുക്കു ചെയ്തു എന്ന് പറയില്ല. അയാൾ ഇങ്ങനെ മാത്രം ചെയ്താൽ റുക്കു ചെയ്തു എന്ന് പറയില്ല. അയാൾ എന്ത് ചെയ്യണം? ഈ കൈകൾ മുട്ടിലേക്ക് എത്തുന്ന അത്രയെങ്കിലും ഇൻഹന കുനിയൽ ഉണ്ടാവണം. അപ്പോഴാണ് അയാളുടെ റുക്കു ശരിയാവുക എന്നാണ് പറയുന്നത്. ഇനി റഫ്ഉ മിൻഹു വാളിഹാണ്, അതിൽ നിന്ന് ഉയരുക എന്നുള്ളതാണ്. അപ്പോൾ ആ റുക്കിന് ഒരാൾക്ക് നഷ്ടപ്പെട്ട് അങ്ങനെ റുക്കു ചെയ്തിട്ട് നേരെ അങ്ങോട്ട് സുജൂദിൽ പോയാലോ ഈ റുക്കു നഷ്ടപ്പെട്ടു. റുക്കു ചെയ്തിട്ട് നേരെ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് റഫ്ഉ മിൻഹു എന്ന് പറയുന്നത്. പിന്നെ സുജൂദിന്റെ കാര്യം വസ്സുജൂദു അലൽ അഅ്ളാഇ സബ്അ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. ഹദീസിൽ വളരെ കൃത്യമായിട്ട് ആ 7 അവയവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളും, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു. അലൽ ജബ്ഹ, അവിടെ നിന്ന് പറഞ്ഞത് ഒന്നാമത് ജബ്ഹ. ജബ്ഹ എന്ന് പറഞ്ഞാൽ ഫോർഹെഡാണ്, നെറ്റിത്തടത്തിനാണ് ജബ്ഹ എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ റാവി പറയുന്നുണ്ട് അശാറ ബിയദിഹി അലാ അൻഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂക്കിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജബ്ഹത്ത് മഅൽ അൻഫ്, മൂക്കിനോടൊപ്പമാണ് എന്ത് ചെയ്യേണ്ടത്? നെറ്റിത്തടം മുട്ടിക്കേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യും? നെറ്റിത്തടം മുട്ടാതെ ഇങ്ങനെ മൂക്ക് മുട്ടിക്കാതെ നെറ്റി മാത്രം തട്ടി നോക്കും. ശ്രദ്ധിക്കണം, സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് പറഞ്ഞു കൊടുക്കണം. നെറ്റിത്തടം മാത്രം മുട്ടി മൂക്ക് മുട്ടാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിന് തടസ്സമായിട്ട് നമ്മൾ കണ്ണാടി നിൽക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയണം കണ്ണാടി അയച്ചു വെക്കണം. ഇനി അതെല്ലാം കുഴപ്പമില്ല, അങ്ങനെ തന്നെ സുജൂദ് ചെയ്യാം. ഒരാളുടെ കണ്ണാടി കുറച്ച് വലുതാണ്, അയാളുടെ നെറ്റിത്തടം തട്ടുമ്പോൾ കണ്ണാടി കാരണത്താൽ മൂക്ക് കെട്ടുന്നില്ല, അങ്ങനെ അത് അയച്ചു വെച്ചിട്ട് സുജൂദ് ചെയ്യണം. അത് അയച്ചു വെച്ചിട്ട് സുജൂദ് ചെയ്യണം. കാരണം മൂക്കും കൂടി തട്ടേണ്ടതുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം സുജൂദ് ശരിയാവാതെ വരും. പിന്നീട് വലിയ യദൈൻ, 2 കൈകളാണ്. യദ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ മുൻകൈയാണ് ഉദ്ദേശിക്കുന്നത്. ഖുറാനിൽ അല്ലെങ്കിൽ ഹദീസിൽ എവിടെയെങ്കിലും യദെന്ന് മാത്രം വന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൈയാണ്. എന്നാൽ അതോടൊപ്പം മറ്റ് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് ഒരുമിച്ച് പറയും. ഫക്സിലു ഐദിയക്കും മിനൽ മറാഫിക്, നിങ്ങൾ കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക എന്ന് പറഞ്ഞു. അങ്ങനെ പ്രത്യേകം എടുത്ത് പറയും. വെറും യദ് എന്ന് പറഞ്ഞാൽ മുൻകൈയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്നാൽ ലുഗപരമായിട്ടോ യദ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ യദാണ്. ഭാഷാപരമായി യദ് എന്ന് പറയുന്നത് മുഴുവൻ കൈ തന്നെയാണ്. നമ്മുടെ ചുമൽ മുതൽ താഴേക്ക് വിരൽ വരെയുള്ളെല്ലാം കൈയാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയണം ഖുറാനിൽ യദ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും മുൻകൈയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു ഫായിദാണ്. അപ്പം അത് പറയുന്നു വലിയതേൻ 2 കൈകൾ, വറുക്കുബത്തൈൻ 2 കാൽമുട്ടുകൾ തട്ടിക്കണം. വ അത്രാഫിൽ ഖദമൈൻ, അതുപോലെ 2 കാലിൻ്റെയും അഗ്രഭാഗങ്ങൾ, അതായത് കാൽപാദം മുഴുവൻ തട്ടിക്കേണ്ടതില്ല, അത് കഴിയൂല. അതിൻ്റെ അഗ്രഭാഗങ്ങൾ, അത് വിരളിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യണം. അതുപോലെ പറഞ്ഞു വലാ നക്ഫിത്തു സിയാബ വശഅർ, നമ്മൾ മുടിയും വസ്ത്രവും പിടിച്ചു വെക്കാറില്ല. അപ്പം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മുടി, ഒരാൾക്ക് ഒരുപാട് മുടി ഉണ്ട് എങ്കിൽ അതിങ്ങനെ താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ചു വെക്കേണ്ടതില്ല, അതങ്ങനെ തന്നെ സുജൂദ് ചെയ്യാം. അതുപോലെ വസ്ത്രം നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് മടക്കി വെക്കേണ്ടതില്ല. പല പണ്ഡിതന്മാരും ഈ ഹദീസിൽ നിന്നാണ് നിസ്കാരത്തിൽ വസ്ത്രം ചുരുട്ടി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ വസ്ത്രം ഇങ്ങനെ പിടിച്ചു വെക്കുക 2 രൂപത്തിലുണ്ട്. ഒന്നാകെ വസ്ത്രം ചുരുക്കി പിടിക്കുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ വസ്ത്രം മടക്കി വെക്കുക എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിന് മാത്രമായി ചെയ്യുന്നതാണ് പാടില്ലാത്തത്. ഒരാൾ എല്ലാ സമയത്തും അയാളുടെ വസ്ത്രം ആ രൂപത്തിൽ മടക്കി വെച്ച ഒരു അവസ്ഥയിലാണെങ്കിൽ അയാൾ നിസ്കാരത്തിന് പ്രത്യേകമായി അത് അയച്ചിടേണ്ടതില്ല. എന്നാൽ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ വുളൂവിനൊക്കെ വേണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല, അത് തിരിച്ചിടണം. അത് നിസ്കാരത്തിലാണെങ്കിൽ തന്നെ അയാൾക്ക് അത് തിരിച്ച് ശരിയാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കണം. ഇതാണ് സുജൂദുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നീടുള്ളത് തുമഅനീനത്ത് ഫി ജമീഇൽ അഫ്ആലാണ്, എല്ലാ അവയവങ്ങളിലും തുമഅനീനത്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ 10ാമത്തത് തർത്തീബു ബൈനൽ അർക്കാൻ, റുക്നുകൾക്കിടയിൽ
തർത്തീബ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരാൾ നേരെ ഫാത്തിഹ ഓതിയിട്ട് സുജൂദിലേക്ക് പോയി, റുക്കൂ മറന്നുപോയി. അയാൾക്ക് ഓർമ്മ വന്നാൽ എന്ത് ചെയ്യണം? ഇനെന്താ ചെയ്യേണ്ടത്? അടുത്തത് ഉടനെ തന്നെ അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യണം? റുക്കൂലേക്ക് പോകണം. എന്നിട്ട് റുക്കൂവിൽ നിന്ന് ഉയരണം. എന്നിട്ട് സുജൂദിലേക്ക് പോകണം. ആദ്യത്തെ സുജൂദ് എന്തായിട്ടില്ല? വാലിഡ് ആയിട്ടില്ല. അപ്പോൾ ആദ്യം ഒരാൾ ഒരു സുജൂദ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ റുക്കൂലൊന്നും പോയില്ല. ഉടനെ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യണം? റുക്കൂ ചെയ്യണം, റുക്കൂയിൽ നിന്ന് ഉയരണം, വീണ്ടും 2 സുജൂദ് തന്നെ ചെയ്യണം. ഞാൻ നേരത്തെ ഒരു സുജൂദ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു സുജൂദ് ചെയ്താൽ പോരാ. കാരണം ആദ്യത്തെ സുജൂദ് വാലിഡ് ആയിട്ടില്ല. കാരണം അത് തർത്തീബായിട്ടല്ല പോയത്. ഇനി ഈ മറന്നതിന്റെ കാരണത്താൽ അവസാനം സഹവിന്റെ സുജൂദ് അത് വേറെയുണ്ട്. ഇങ്ങനെ ഒരു മറവി സംഭവിച്ചതിന് സഹവിന്റെ സുജൂദ് അത് വേറെയുണ്ട്. പക്ഷേ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കാരണം എന്താണ്? അവിടെ റുക്കൂവിന് മുമ്പേ സുജൂദ് ചെയ്തു. അപ്പൊ തർത്തീബ് തെറ്റി. അതുകൊണ്ടാണ് തർത്തീബു ബൈനൽ അർക്കാൻ, അർക്കാനിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? തർത്തീബ് വേണം എന്ന് പറയുന്നത് അതാണ്. ആ തർത്തീബ് തെറ്റിക്കഴിഞ്ഞാൽ ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല. ഇതാണ് 9 നമ്മൾ 10ാമത്തെ റുക്കുനായിട്ട് പറയുന്നത് തർത്തീബ് ബൈന അൽ അർക്കാൻ. ഇനി 11ാമത്തത് വത്തശഹുദുൽ അഖീർ റുക്നുൻ മഫ്റൂദുൻ. അവസാനത്തെ തശഹുദ് അത് ഫർളായൊരു റുക്കുനാണ്. അപ്പൊ തശഹുദ് 2 തശഹുദ് ഉണ്ട്. എല്ലാ നിസ്കാരത്തിനും 2 തശഹുദ് ഉണ്ടാവില്ല. 3-4 റക്അത്തുള്ള നിസ്കാരങ്ങൾക്ക് 2 തശഹുദ് ഉണ്ട്. മഗ്രിബിന്, ളുഹർ, അസർ, ഇശ ഇതിനൊക്കെ ഈ 2 തശഹുദ് ഉണ്ട്. ഫർള് നിസ്കാരത്തിൽ ഒരൊറ്റ തശഹുദ് മാത്രം, അല്ലെങ്കിൽ ഒരു തശഹുദ് മാത്രമുള്ളത് സുബഹി നിസ്കാരത്തിനാണ്. ബാക്കി എല്ലാത്തിനും ഈ 2 തശഹുദ് ഉണ്ട്. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്കൊക്കെ ഒറ്റ തശഹുദേ ഉള്ളൂ. അപ്പൊ തശഹുദുൽ അഖീർ എന്ന് പറയുന്നത് അവസാനത്തെ തശഹുദ് എന്ന് പറയുമ്പോൾ സലാം വീട്ടുന്നതിന് മുമ്പുള്ള തശഹുദാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സലാം വീട്ടുന്നതിന് മുമ്പുള്ള തശഹുദ് എല്ലാം തശഹുദുൽ അഖീറാണ്. അത് ഫർളായ കാര്യമാണ് എന്നാണ്. ഇവിടെ തശഹുദ് എന്ന് പറയുന്നത് റുക്കുനുൻ കൗലിയാണോ ഫിഅലിയാണോ? കൗലിയാണ്. തശഹുദ് എന്ന് പറയുന്നത് ആ വാക്കുകളാണ്. അത്തഹിയാത്തു, അൽ മുബാറക്കാത്തു, അസ്സലവാത്തു, അത്തയ്യിബാത്തു ലില്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു, അസ്സലാമു അലൈനാ വഅലാ അലി ഇബാദില്ലാഹി സ്സാലിഹീൻ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂൽ എന്ന തശഹുദ് അന്നഹു ഖുതിമ ബിശ്ശഹാദത്തൈൻ, 2 ഷഹാദത്ത് കൊണ്ട് അവസാനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ തശഹുദ് എന്ന് പറഞ്ഞത്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന തശഹുദ് ഷഹാദത്ത് കൊണ്ട് അവസാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തശഹുദ് എന്ന് പറയുന്നത്. അത് റുക്കുനുൻ ഖൗലിയാണ്, പറയുന്ന കാര്യമാണ്. അത് മദ്ഹബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അത് വാജിബാണ് അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹദീസിൽ വഖൂലു എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു എന്ന് പറഞ്ഞ തശഹുദിന്റെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വളരെ അർത്ഥവത്തായ, വിശദീകരിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയാണ്. നമ്മളെ സമയപരിധി കാരണം അതും നമ്മളെ പ്രാർത്ഥന ഒഴിവാക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ഫിഖ്ഹിയായ വശം അത് റുക്നാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിനുശേഷം അതിന്റെ വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ തശഹുദിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് വൽ ജുലൂസു ലഹു, തശഹുദിന് വേണ്ടി എന്ത് ചെയ്യണം? ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ തശഹൂദ് ഇരിക്കാതെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ തശഹൂദ് ശരിയാവില്ല. അതുകൊണ്ടാണ് അത് 2ഉം പറയുന്നത്. അവിടെ കൗലും ഫിഅലും ഉണ്ട്. തശഹൂദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം, ജൽസത്തു ലിത്തശഹുദ് അല്ലെങ്കിൽ വൽ ജുലൂസു ലഹു എന്ന് പറയുന്നത് അത് മറ്റൊരു റുക്നാണ്. തശഹുദ് മറ്റൊരു റുക്നാണ്. ഇപ്പൊ 2 റുക്നുണ്ട്. റുക്നുൻ ഖൗലിയാണ് ഈ തശഹുദ് പറയുന്നത്. അതിനുവേണ്ടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ് റുക്നുൻ ഫിഅലി ആയിട്ടുള്ള കാര്യം. ഈ 2 തശഹുദ് 2 റുക്നും നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനുശേഷമുള്ള റുക്ൻ ഏതാണ്? അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്. അത് 13ാമത്തെ റുക്നാണ്. അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില മദ്ഹബുകളിൽ ഇത് സുന്നത്താണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ ഇത് റുക്നായിട്ടുള്ള കാര്യമാണ്. പൊതുവെ ഹംബലികളായ ആളുകളെ അല്ലെങ്കിൽ സലഫികളായ ആളുകളെ നിങ്ങൾ സ്വലാത്തില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന മറുപടിയാണ്, സ്വലാത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ ഞങ്ങൾക്ക് റുക്കനാണ്. സലാത്ത് ചൊല്ലാതെ ഞങ്ങൾ നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ബാത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ സലാത്തില്ലാത്തവരാണെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് റുക്കനായിട്ടാണ് കാണുന്നത്. സലാത്ത് ഒരാൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യേണ്ടതുണ്ടാവും? 5 പ്രാവശ്യം അവൻ ചൊല്ലുന്നുണ്ടാവും. കാരണം 5 നിസ്കാരത്തിന് 5 തശഹുദുൽ അഖീർ എന്തായാലും ഉണ്ട്. തശഹുദുൽ അഖീർ ഇല്ലാത്ത നിസ്കാരം ഇല്ലല്ലോ. അപ്പം എല്ലാത്തിലും നമ്മൾ ഇത് ചൊല്ലുന്നുണ്ട്, റുക്കനാണ്. അപ്പം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം
ഇന്നക ഹമീദും മജീദ്, എന്നിട്ട് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വ്യത്യസ്ത രൂപങ്ങളിൽ ഇന്നക ഹമീദും മജീദ് ഇടയില്ലാത്ത രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സലാത്ത് ഒരാൾ ചൊല്ലുക എന്നുള്ളത് എന്താണ്? അത് വാജിബായ റുക്കിനായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരുപാട് ഉലമാക്കൾ അത് വാജിബാണ് എന്ന് പറഞ്ഞവരുമുണ്ട്, റുക്കിനല്ല വാജിബാണ് എന്ന് പറഞ്ഞവരും ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസം പുറത്തു കിടക്കാൻ നമ്മളത് ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ കാര്യം. അതിനുശേഷമുള്ള അവസാനത്തെ റുക്കുൻ റാബി അശറ, 14ാമത്തെ റുക്കുനാണ് അത്തസ്ലീമത്താൻ, 2 സലാം വിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെയാണ് വബിഹിമാ യക്കൂനുൽ ഖുറൂജു മിനസ് സലാ, നിസ്കാരത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നത്, നിസ്കാരത്തിൽ നിന്ന് ഒരാൾ വിരമിക്കുന്നത് ആ സലാമാണ്. അപ്പൊ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിലൊക്കെ പൊതുവെ ഒരു സലാം മാത്രമേ റുക്കിനുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു സലാം മാത്രം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഹദീസുകളിലൊക്കെ ഈ 2 സലാം എന്ന് പറയുമ്പോൾ 2 കൂടി ഉൾക്കൊള്ളുന്നു എന്ന അഭിപ്രായത്തിൽ പണ്ഡിതന്മാര് അത് 2 അതാണ് കൂടുതൽ സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞത്, നമ്മൾ മസ്ബൂക്കിങ്ങളായിട്ട്, അതായത് ഇമാമിന് വൈകി വന്ന ആളുകളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇമാം പൂർണ്ണമായി സലാം വീട്ടിയിട്ട് 2 ഭാഗത്തും സലാം വീട്ടിയിട്ട് നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമാമിനെ മുൻകടക്കാതിരിക്കാനാണ്. കാരണം ഇമാം ഒരു റുക്കിന് ചെയ്താലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഇമാമിനെ പിൻപറ്റും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് 2 റുക്കിനാണെന്ന അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് 2 ഭാഗത്തും സലാം വീട്ടിയതിന് ശേഷം നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പൊതുവെ നമ്മൾ നാട്ടിൽ ഒരു റുക്കിന് കഴിയുമ്പോൾ തന്നെ ആളുകൾ എഴുന്നേൽക്കാറുണ്ട്, ഒരു ഭാഗത്ത് സലാം വിട്ടുമ്പോൾ തന്നെ എഴുന്നേൽക്കാറുണ്ട്. കാരണം പൊതുവെ ഷാഫി മദ്ഹബിൽ ഒരു സലാം മാത്രമേ റുക്കിനുള്ളൂ, മറ്റേ സുന്നത്താണ് എന്നാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ എഴുന്നേൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹു ആലം സൂക്ഷ്മത 2 ഭാഗത്തുള്ള സലാമും റുക്കിനാണ്. അതുകൊണ്ട് 2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുന്നേറ്റാൽ മതി. കാരണം നമ്മളെ അശ്രദ്ധ കാരണത്താൽ നിസ്കാരം ബാത്തിലാണ്. ഇമാമിനെ മുൻകടക്കുക, മനഃപൂർവ്വം മുൻകടക്കുക എന്നുള്ള നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ പറഞ്ഞത് ചില അശ്രദ്ധങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ റുക്കുനുകൾ. അതിൽ 5 എണ്ണം കൗലിയായതാണ്. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദുൽ അഖീർ, അതുപോലെ സലാത്ത്, അതുപോലെ തന്നെ സലാം പറയൽ, അവസാനത്തെ സലാം പറയൽ. ഈ 5 എണ്ണം കൗലിയായതാണ്. ബാക്കി 9 എണ്ണവും ഫിഅലുകളാണ്. ബാക്കി 9 എണ്ണവും ഫിഅലുകളാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് അർക്കാനു സലാത്തിൽ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെ അവസാനത്തെ വാജിബാത്തു സലാ 8 എണ്ണം അതുകൂടിയാണ് ഈ കിതാബിൽ ഉള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.